മലപ്പുറത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് കൊടും ക്രൂരത. ആദവനാട് കൂടശ്ശേരിപ്പാറയിൽ മാതൃസഹോദരനെ സഹോദരിയുടെ മക്കൾ കുത്തിക്കൊലപ്പെടുത്തി. കുടിശ്ശേരിപ്പാറ ആനപ്പടിക്കൽ മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ മുസ്തഫയുടെ സഹോദരൻ അബ്ദുള്ളയ്ക്കും പരിക്കേറ്റു. മുസ്തഫയുടെ സഹോദരിയുടെ മക്കളായ സൈനുൽ ആബിദ്, സക്കീർ ഹുസൈൻ, സൽമാൻ ഫാരിസ് എന്നിവരെ ആദവനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 10:30-യോടെയാണ് ആദവനാട് കൂടശ്ശേരിപ്പാറയെ ഞെട്ടിച്ച ക്രൂരകൃത്യം അരങ്ങേറിയത്. മുസ്തഫയും സഹോദരൻ അബ്ദുള്ളയും ചേർന്ന് വീട്ടിൽ നിന്ന് ബൈക്കിൽ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് പ്രതികൾ ആസൂത്രിതമായി ആക്രമണം അഴിച്ചുവിട്ടത്. ഈ സമയം ഓട്ടോറിക്ഷയിൽ സ്ഥലത്തെത്തിയ പ്രതികൾ മുസ്തഫ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഓട്ടോ ഉപയോഗിച്ച് ബോധപൂർവം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ബൈക്ക് റോഡിലേക്ക് മറിഞ്ഞതിന് പിന്നാലെ പ്രതികൾ ബൈക്കിന് തീയിട്ടു. തുടർന്ന് വടിവാൾ അടക്കമുള്ള മാരകായുധങ്ങളുമായി ചാടി വീണ പ്രതികൾ മുസ്തഫയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിൽ മുസ്തഫയുടെ സഹോദരൻ അബ്ദുള്ളയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ കുടുംബ സ്വത്തിന്റെ പേരിൽ നാളുകളായി കടുത്ത ശത്രുത നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായി മുൻപും ഇവർ തമ്മിൽ പലതവണ സമാനമായ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് വൈരാഗ്യം തീർക്കാൻ ഇതേ പ്രതികൾ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് കാർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. ഈ കേസിൽ ജയിലിലായിരുന്ന പ്രതികൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് മുൻവൈരാഗ്യം മനസ്സിൽ വെച്ച് ഇവർ മാതൃസഹോദരനെ അതിക്രൂരമായി വെട്ടിക്കൊന്നത്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.